ഈ ഇസ്രായേലിന്റെ ചരിത്രം തന്നെ യുദ്ധമാണ്. കാരണം എല്ലാ രാജ്യങ്ങളുമായി അവർ നിരന്തരം യുദ്ധത്തിലാണ്. ഇപ്പോൾ തന്നെ പല യുദ്ധമുഖങ്ങളാണ്. ഹമാസിനെ ആക്രമിക്കുന്നു, ഇറാനെ ആക്രമിക്കുന്നു, സിറിയ ആക്രമിക്കുന്നു, ലെബനനെ ആക്രമിക്കുന്നു, യമനിനെ ആക്രമിക്കുന്നു. അങ്ങനെ തുടർച്ചയായി പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ ഭാഗമായി ഇപ്പൊ ഞെട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് തങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തായിരിക്കും? ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് യുദ്ധം എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ചരിത്രമല്ലല്ലോ ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ അവരുടെ ഉത്ഭവ സമയം തൊട്ട് ഒന്നിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അതേ മാനസികാവസ്ഥയാണ്. പലരും വെളിയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. വെളിയിൽ കാണിച്ചാൽ അവർക്ക് അപകടം പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആ രാജ്യത്തെ കയറി ആക്രമിക്കും. പിന്നെ അവർ ആ രാജ്യത്ത് കടന്നു കയറിയാൽ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അവരാരെ ആക്രമിക്കാൻ പറ്റില്ല. അവരെ ആക്രമിച്ചാൽ പിന്നെ അതിനകത്ത് കോംപ്രമൈസും ഇല്ല. ഇപ്പം പാകിസ്ഥാൻ ഭയക്കുന്നതിൻ്റെ കാര്യം പാകിസ്ഥാൻ്റെ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ പുതിയതായി വികസിപ്പിക്കുന്ന ദീർഘദൂര മിസൈൽ 15,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ള ദീർഘദൂര മിസൈൽ പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അവസാന മിനുക്കുപണിയിലാണ്. ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ഒരു ദീർഘദൂര മിസൈൽ, നമ്മുടെ കയ്യിൽ പോലും എനിക്ക് തോന്നുന്നു 12,000 വരെ പോകുന്ന മിസൈൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ ഈ ദീർഘദൂര മിസൈലുകൾ ഉള്ളത് ഒന്ന് റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ കയ്യിലെന്ന് പറയുമ്പം 10,000 കിലോമീറ്റർ വരെ പോകുന്ന സാത്താൻ ചെല്ലപ്പേരുള്ള മിസൈലുണ്ട്. പിന്നെ നോർത്ത് കൊറിയയുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ 15,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലുണ്ട്. പിന്നെ ചൈനയുടെ കയ്യിലുണ്ട് ഇത്തരത്തിൽ 11,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന മിസൈലുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങൾ ഒക്കെ എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ടെററിസ്റ്റം ഉള്ള രാജ്യങ്ങളല്ല. നാളെ കാലത്ത് അവരുടെ അധീനതയിൽ വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളല്ല. പാകിസ്ഥാന്റെ അവസ്ഥ അതല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഇവിടെ ഈ തീവ്ര അല്ലെങ്കിൽ ഭീകരവാദികൾ അക്രമം നടത്തിയാലും അതിന്റെ ഉത്ഭവം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഭീകരവാദികളുടെ താവളം എന്നറിയപ്പെടുന്ന രാജ്യമാണല്ലോ പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേറൊരു വലിയ കുഴപ്പം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ ഇപ്പം ഈ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ തനിക്കും താലിബാൻ അറിയാമല്ലോ എന്താണ് താലിബാൻ എന്ന് പറഞ്ഞാൽ. താലിബാൻ ഇപ്പൊ ഈ പാകിസ്ഥാനിലെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെ പിടിച്ചെടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ അവരുടെ സൈനിക നീക്കം അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിനൊരു സപ്പോർട്ട് എന്ന രീതിയിൽ, കാരണം ഇന്ത്യയോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശരിയായ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല. കാരണം പാകിസ്ഥാനകത്ത് ഇവൻ കയറിയാൽ ഇവൻ നാളെ കാലത്ത് അതിനെക്കാട്ടി വലിയ കുഴപ്പത്തിലേക്ക് വരും. അതുകൊണ്ട് അതിനകത്തൊരു മോറൽ സപ്പോർട്ട് കൃത്യമായിട്ട് ഇന്ത്യ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതുപോലെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കയറിയാൽ അറിയാമല്ലോ ഈ മിസൈലും ഇതുപോലുള്ള ആയുധങ്ങളൊക്കെ കയറി പാകിസ്ഥാനെ കീഴടക്കി കൊണ്ടുപോകുന്നതിന് സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ന്യൂക്ലിയർ അണുബോംബുകൾ ഏതാണ്ട് 1000-ഓളം ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആ 1000-ഓളം അണുബോംബുകൾ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് തന്നെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ത്രെട്ടായിട്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ പാകിസ്ഥാനകത്ത് ഭയങ്കര കലാപമാണ്. അകത്ത് ഭയങ്കര കലാപം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു 4-ഓ 5-ഓ ആയിട്ട് വിഭജിക്കുന്നതിന് വേണ്ടി അതിനകത്ത് കലാപം നടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഈ ആയുധങ്ങൾ മറ്റ് സുരക്ഷിതമായ രാജ്യങ്ങളുടെ കയ്യിൽ അണുവായുധങ്ങൾ ഇരിക്കുന്നത് പോലെയല്ല ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇത് ഈ പറയുന്ന ഭീകരവാദികളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇവർക്ക് രാജ്യസുരക്ഷയല്ലോ. ഇവർ വേറെ ഒരു തലത്തിൽ ജീവിക്കുന്നവർ. ഇവർ എവിടെ എടുത്തു വെച്ച് പ്രയോഗിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നു. അപ്പം അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ഒരു വലിയ ഭീഷണിയായിട്ട് വന്നിരിക്കും. ഇപ്പം പാകിസ്ഥാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വാജ്പേയി അണുപരീക്ഷണം നടത്തിയ സമയത്ത് 4 മാസം കഴിഞ്ഞപ്പോൾ അന്ന് അവരും അണുപരീക്ഷണം നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതിൻ്റെ പുറത്ത് പാകിസ്ഥാൻ വച്ചിരിക്കുന്ന ആരോപണത്തിൻ്റെ പിന്നിൽ. കാരണം ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ത്യ പറയുന്നത് ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഇത്തരത്തിൽ ഒരു മിസൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അണുവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഏതൊരു അവസരത്തിലെങ്കിലും ഇത് തൊടുത്തു വിട്ടാൽ നമ്മുടെ ഏത് ഭാഗത്തും എടുക്കാം. അമേരിക്കയിൽ വരെ ചെല്ലും ഒരു മിസൈൽ. കാരണം ഇവരുടെ ഇതിനകത്ത് ഇത്രയും അണുവായുധമുള്ള സമയത്ത്
അത് തൊടുത്ത് വിടാമല്ലോ. കാരണം യാതൊരു ബോധവും വിവരമുള്ള രാജ്യമല്ലല്ലോ. 2000 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ രാജ്യവുമായിട്ട്, ഇസ്രായേലുമായിട്ട്. അപ്പം ഈ ഇസ്രായേൽ ഈ വിഷയം നടക്കുമ്പോൾ, ഇറാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ, ആ സമയം നടക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത് നെതന്യാഹു ഭീകരവാദിയാണ്. വേറെ രാജ്യവും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രകടനവും അതിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം, അതായത് ഇറാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത അതേ രീതിയിൽ ഇസ്രായേലിനോട് പരസ്യമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു കാര്യം ഡെവലപ്പ് ചെയ്തു വരികയും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു അവസരം ഒരു രാജ്യത്തെ ആക്രമിക്കാൻ കിട്ടിയാൽ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിനറിയാം. അമേരിക്ക 10,000 കിലോമീറ്റർ അപ്പുറമായതുകൊണ്ട്, എന്നാലും അമേരിക്കയിൽ വരെ ഇത് എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. നേരത്തെ ഇതുപോലെ നമ്മുടെ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പം അന്ന് ഈ അണുപരീക്ഷണം നടത്തിയപ്പം അന്ന് ഈ IDF ചോദിച്ചതാ, ഇവിടെ നമുക്കൊരു ബേസ് 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ പരീക്ഷണവും അല്ലെങ്കിൽ ആയുധങ്ങളും മൊത്തം ഞങ്ങൾ എത്തിച്ചേരാം. അന്ന് രാജ്യാന്തര നിയമം അനുസരിച്ചും അല്ലെങ്കിൽ നരസിംഹറാവു അറിയാലോ, കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ളൊരു അവർക്ക് ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉണ്ടെങ്കിലും ചില നിബന്ധനകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ എടുക്കുന്ന തീരുമാനം എടുക്കുന്നതിന് ഇതുള്ള ഒരു രാജ്യമാണ്. വോട്ട് ബാങ്കിനെ പേടിച്ച് ഇതിന് അപ്പം ഈ രീതിയിൽ ഇപ്പം ഇത് ഏറ്റവും അടുത്ത് തന്നെ ആലോചിക്കേണ്ടി വരണം. ഇത് നമുക്ക് ഏറ്റവും വലിയ ത്രട്ടാണ്, അറിയാമല്ലോ. ഏത് അവസരത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഏതൊരവസരം കിട്ടിയാലും നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പൊ തന്നെ കാശ്മീർ ഉൾപ്പെടെയുള്ള നിരന്തരം ഇവരുടെ സഹായത്തോടു കൂടിയുള്ള ആക്രമണമാണ് നടക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്നതിനകത്ത് വളരെ കൃത്യമായ പങ്കുണ്ട്. കാരണം ഇവരുടെ കയ്യിൽ ഇത്തരത്തിൽ ആയുധം വന്നാൽ ഇത്തരത്തിൽ മതരാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, അതുപോലെ തുർക്കിയാണ് ഇതിന്റെ ഫണ്ട് മൊത്തം കൊടുത്ത് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട്. വേറെ ചില ഇസ്ലാമിക രാജ്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. അവരുടെയൊക്കെ പേര് പുറത്തു വിടുമെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞത്. അതായത് അമേരിക്കയുടെ ആശങ്ക ഇത്തരത്തിൽ അസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യം, അതായത് ഇപ്പൊ തന്നെ അവിടെ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് പുതിയ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇമ്രാൻഖാൻ ആണല്ലോ ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇമ്രാൻഖാനെ പിടിച്ചങ്ങ് ജയിലിൽ ഇട്ടു. എന്നിട്ട് ഭൂരിപക്ഷം ഉള്ള ആള് ജയിലിലും കിടക്കുകയാണ്. മറ്റേ അദ്ദേഹത്തിന് ഈ ഇമ്രാൻഖാന്റെ പാർട്ടിക്കകത്തുനിന്ന് പട്ടാളം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഇലക്ഷനകത്ത് അട്ടിമറി നടത്തി അവർക്ക് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയെ അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ പ്രധാനമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു ആള് എന്നുള്ളതല്ലാതെ ആ രാജ്യത്തിന്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലിനകത്ത് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് അവിടെ പല പ്രവിശ്യകളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതും ഭരണം നടത്തുന്നതും ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ തന്നെയാണ്, തീവ്രവാദ ഗ്രൂപ്പുകൾ തന്നെയാണ്. ഈ പട്ടാളത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അത്തരത്തിൽ അസ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ജനാധിപത്യ സംവിധാനം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പേരിന് വേണ്ടിയുള്ള നടക്കുന്നുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഒന്നും നടക്കുന്നത്. ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടുത്തെ പട്ടാളത്തിനും അവിടുത്തെ തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകൾക്കും താല്പര്യമുള്ളവരല്ല വരുന്നെങ്കിൽ ഇലക്ഷൻ അട്ടിമറിച്ചിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അവരുടെ താല്പര്യക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ട് വരുന്നൊരവസ്ഥയുണ്ട്. അവിടെ ഈ സർക്കാരിന്റെ ഭരണമാറ്റമെല്ലാം വന്നതിന് ശേഷം അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, ഈ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു. അങ്ങനെ അത് ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള ഒരു വലിയ രീതിയിലുള്ള പണ്ടത്തെ ശല്യമൊന്നും നിലവിലില്ലല്ലോ. എങ്ങനെ ശല്യമുണ്ടെന്ന്? കാരണം പണ്ട് നിരന്തരമായി ഇന്ത്യയെ വെല്ലുവിളിക്കാനുള്ള അല്ല, അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ ആകപ്പാടെ രാജ്യം നശിച്ച് പട്ടിണി കിടക്കുന്ന രാജ്യം, മാർഗമില്ലാത്ത രാജ്യം. ആ പാകിസ്ഥാനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനെ ആരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പോലെ ഈ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്ത് ഈ തുർക്കി പോലെയുള്ള ഖത്തർ പോലെയുള്ള ഈ അവരുണ്ട്. അവര് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ഇസ്ലാമിക രാജ്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റ്സിന് അല്ലെങ്കിൽ തീവ്ര ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്നതിന്, ലോകത്ത് ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ ചില രാജ്യങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുത്ത് അവരുടെ രാജ്യത്ത് അത് പരസ്യമായിട്ട് സാധ്യമല്ല, ഇതുപോലെ രഹസ്യമായിട്ട് സാധ്യമാകുന്ന രീതിയിൽ ഇതിപ്പോൾ തന്നെ ഇത്രയും പട്ടിണി കിടക്കുന്ന രാജ്യം ഇത്രയും വലിയൊരു മിസൈൽ രൂപപ്പെടുത്താനുള്ള പൈസ ഇടുന്ന പറയുന്ന മനസ്സിലുണ്ട്. നിങ്ങളിത് ഇവിടെ വെച്ച് കൈകാര്യം ചെയ്തു, നമ്മളതിൻ്റെ പേരിൻ്റെ പൈസയും തരാം, ബാക്കി കുറച്ച് പൈസ ആദ്യവും കൂടെ കൊടുക്കും, എൻ്റെ ഭക്ഷണ കാര്യവും നടക്കുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ബാക്കി ഇന്ത്യക്കെതിരായിട്ടുള്ള രാജ്യങ്ങളെയും ഇവരെ അങ്ങ് ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. കാരണം ഇവർക്ക് പട്ടിണി കിടക്കുവാന്നല്ലേ, യുദ്ധം ചെയ്താലും വേണ്ടില്ല, പൈസ കിട്ടുമെങ്കിൽ. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ഈ പാകിസ്ഥാൻ. അതേ രീതിയിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശും.
കാരണം ഇത്തരത്തിൽ ഇതിനു വേണ്ടിയാണ് ഇത്തരം രാജ്യങ്ങൾ വൃത്തിയായിട്ട് പോകുന്ന രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആൾക്കാരെ ഭരണമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. പറയുന്നത് മനസ്സിലുണ്ട്, മര്യാദയ്ക്ക് പോകുന്നു. ഇപ്പം ഹസീനയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശിനകത്ത് അന്ന് അമേരിക്ക ഇടപെടാൻ നോക്കിയപ്പോൾ നടന്നോ? അല്ലെങ്കിൽ ചൈന ഇടപെടാൻ നോക്കിയപ്പോൾ ചൈനയായിട്ട് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ പാകിസ്ഥാൻ ഇടപെടാൻ നോക്കുമ്പോൾ നടന്നോ? ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അവരുടെ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് അവർ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. അപ്പം വേറെ ഉള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ല. അമേരിക്കയ്ക്ക് എവിടെ ആ ദ്വീപിൽ ബേസ് കിട്ടുന്ന അവസ്ഥ ഒന്നുമില്ല. അപ്പൊ ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തിയിട്ട് ആ രാജ്യങ്ങളെ ആരസ്ഥിരപ്പെടുത്തുന്നു? ആരെ വെച്ച് അസ്ഥിരപ്പെടുത്തുന്നു? അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. ആ അസ്ഥിരപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നവർക്ക് ആ രാജ്യത്തെ ഭാഗമാക്കി കൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് രാജ്യം കിട്ടും. അതിനകത്തുനിന്ന് അവർക്ക് ഈ താല്പര്യക്കാർക്ക് മാത്രം സുഭിക്ഷമായാൽ മതിയല്ലോ. പിന്നെ അവർക്ക് ആവശ്യം പോലെ ഇതുപോലെ ഫണ്ട് കിട്ടും. ഇത് തന്നെയാണ് ഇപ്പം ഈ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തുർക്കി ഫണ്ട് കൊടുത്തു, ബാക്കി പല രാജ്യങ്ങളും കൊടുത്തു എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതെല്ലാം വ്യക്തമായ ഇതുണ്ട്. അതുകൊണ്ട് ഇവർ സൂക്ഷ്മമായിട്ട് വളരെ കാലം കൊണ്ട് ഈ ഇറാനെ ഈ ആണവ നിലയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കുന്നതിനും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു 120 ശാസ്ത്രജ്ഞന്മാരെയാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത്. ഏറ്റവും അവസാനം അവരുടെ സൈനിക അറ്റാക്കിനകത്ത് ഇവരുടെ ലാബ് ഉൾപ്പെടെ അടിച്ചങ്ങ് ദൂരക്കളഞ്ഞു. ഇനി അടുത്ത കാലത്തെങ്ങും പൊങ്ങി വരത്തില്ല. അതേ രീതിയിൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത കാലങ്ങളിൽ ഇപ്പൊ നാളെ കാലത്ത് കേറിയ ഒരു അറ്റാക്ക്, നമ്മൾ പറയുന്ന കണക്ക് വിമാനത്തെ വന്ന് ബാക്കിയുള്ള രാജ്യത്ത് അറ്റാക്ക് ചെയ്തുപോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. പക്ഷേ വേറൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ അമേരിക്ക, ഇന്ത്യ, ഇസ്രായേൽ ഈ കാര്യത്തിനകത്ത് ഈ 3 രാജ്യങ്ങൾ താല്പര്യമെടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് ഇതിനകത്ത് താല്പര്യമെടുത്തേ മതിയാവത്തുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ പല ശാസ്ത്രജ്ഞന്മാരും പല രാജ്യത്തും ഈ പറയുന്നത് പോലെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ മിസൈൽ വിദഗ്ധന്മാരും ഒക്കെ ഈ പാകിസ്ഥാൻ്റെ അജ്ഞാതൻ കൊല്ലപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ സ്ഫോടനത്തിൽ മരിച്ചതായിട്ടും ഒക്കെ കാണുവാൻ സാധിക്കും. മാത്രവുമല്ല ഇവരുടെ ലാബുകളിലും ഇവരിത് വികസിപ്പിച്ചെടുക്കുന്ന സ്ഥലത്തും പല സ്ഥലങ്ങളിലും ബ്ലാസ്റ്റുകൾ സംഭവിക്കാനും അല്ലെങ്കിൽ ഈ ഇറാനി ഈ സംഭവിച്ച പോലെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന് ഇടപെട്ടേ മതിയാവത്തുള്ളൂ. കാരണം ഇസ്രായേൽ ഇപ്പം യുദ്ധം ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അവിടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി. അപ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശത്രുക്കളെ ഒതുക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഒതുക്കുന്നതിന് വേണ്ടി. അപ്പം അടുത്തൊരു രാജ്യത്ത് പ്രോക്സി ഗ്രൂപ്പുകളെ ലോകം മൊത്തം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന, അതായത് ഭീകരന്മാരെ ലോകം മൊത്തം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്ത് ലോകം ഭയക്കുന്ന രീതിയിൽ ഉള്ള മിസൈൽ പരീക്ഷണവും അത് വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതിനെ തടയിട്ടേ മതിയാകത്തുള്ളൂ. ആ തടയിടേണ്ടത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് നാളെ കാലത്തെ പാകിസ്ഥാൻ്റെ കാര്യം അത്ര സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. നേരിട്ടുള്ള ആക്രമണം ആദ്യം ഉണ്ടാകത്തില്ലെങ്കിലും അതിനെക്കാട്ടി ഭയാനകമായിരിക്കും അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ആലോചിച്ചിട്ടുണ്ട്, ഇന്ത്യയോട് ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.